ഹേ എവ്രിവൺ, വെൽക്കം ടു ലീഫ് ഫ്ലവർ. നമുക്കിന്നൊന്ന് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുപോയി. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്നിച്ച് നോക്കാം. ഞങ്ങൾ രണ്ടുപേരായിരുന്നു വന്നത്. രണ്ടുപേര് വന്നതിൽ ഒരാൾക്ക് ഒരാവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. അപ്പോൾ അവർ ആ വഴിയിലേ പോയി. അപ്പം ഞാനിന്നിവിടെ പോസ്റ്റാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അറിയുന്ന സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് കാണാം. അപ്പോൾ ഇത്ര നേരം എനിക്ക് വ്ളോഗ് എടുക്കേണ്ട ഓർമ്മയൊന്നും ഉണ്ടായിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചെന്നൊരു വ്ളോഗും കൂടി എടുത്തേക്കാം. അങ്ങനെയാണിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാനൊന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടതാ. കുറച്ച് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം. അപ്പുറത്തെല്ലാം ആൾക്കാരുണ്ട്. എനിക്ക് ചെറിയ നാണക്കേടെല്ലാം ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല അല്ലേ. ഇവിടെ ലൈറ്റ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. ബാക്കിൽ മാളൊക്കെ ഉണ്ട്. ഇതിലെന്തെങ്കിലും വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. കണ്ട മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീൽ കാണിച്ച സാധനങ്ങൾ തന്നെയാണ്. എക്സ്ട്രാ ഒന്നും ഞാൻ ഇടുന്നില്ല. അയ്യോ, ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. ഇവരെല്ലാം വിചാരിക്കുന്നുണ്ട് അവർക്കൊന്ന് പറയാൻ തോന്നും. ഐലൈനർ എടുക്കാൻ മറന്നുപോയി. തൽക്കാലം മസ്കാര വെച്ചിട്ട് കണ്ണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്തേക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ബ്ലഷ് എല്ലാം ഉണ്ടെന്നില്ലേ. ബ്ലഷ് ഇവിടെ ഇടാം. ഇനി നമുക്ക് അടിച്ചടക്കാം. കുറച്ച് നേരം ഇങ്ങനെ മുടി കേട്ടാം. ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് മുടി അയച്ചിടാം. കുറച്ച് മെനയായല്ലേ, ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ കബൺ മാർക്കിലല്ല, നമ്മളല്ല ഞാൻ. ദിസ് പ്ലേസ് ഇസ് സോ പീസ്ഫുൾ. രാവിലെ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ജോഗിങ്ങിന് വരാൻ. ഇവിടുന്ന് ഏതോ ഒരു സൈഡിലേ പോയാൽ വിധാൻ സൗദ എത്തും പോലും. നമുക്ക് എന്നാൽ ആ വഴിയിലൂടെ മാപ്പിനോട് ചോദിച്ച് പോവാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്തുമോ ഇല്ലയോ. ഇവിടെ ഭയങ്കര കൊതുകും ആടെ ഇരുന്നപ്പോൾ എന്തെല്ലാം കടിക്കുന്നുണ്ടായിരുന്നു. മൂട്ട എന്തോ. ഞാൻ വിചാരിച്ചു ഡെസ്റ്റിനേഷൻ 1 കബൺ പാർക്ക് കഴിഞ്ഞിട്ട് റോഡ് സൈഡിലേക്ക് പോകണമെന്നാ വിചാരിച്ചേ. പക്ഷെ കബൺ പാർക്കിന്റെ ഉള്ളിൽ തന്നെയാ ആദ്യം പോകുന്നത്. നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടാ.